ചേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുളിച്ച് സുന്ദരിയായിട്ടാണല്ലോ വരവ്. അമ്മയുടെ ഓ, അമ്മ കുടുംബശ്രീയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോയേക്കുക. അമ്മയുടെ കാര്യം ഇങ്ങനെയൊക്കെ കേട്ടോ, ഇങ്ങനെ വീട്ടിലൊന്നും കാണാറില്ല. രാവിലെ പോയാൽ വൈകുന്നേരമൊക്കെ വരുള്ളൂ. ഇവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മൂത്ത മരുമകളായ ഞാൻ തന്നെയാണ് ഇത് നോക്കി നടത്തുന്നതൊക്കെ. അമ്മയൊന്നും ഉണ്ടാവാറില്ല. ഈ ഡ്രസ്സ് പുതിയതാണോ? ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന, ഞാൻ അങ്ങനെ വീട്ടിലിടുന്ന ഡ്രസ്സല്ല, പിന്നെ ആദ്യത്തെ ദിവസമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ച് ഡ്രസ്സായിട്ട് കിടന്നോട്ടെ എന്നിട്ട് പുതിയ എടുത്തിട്ടതാ. ഞങ്ങളിവിടെ 3-4 മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, നീ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഇടാന്നൊക്കെ പറഞ്ഞേ. അങ്ങനെ ഇതൊരു ചടങ്ങുണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ മേടിച്ചതൊന്നും ഈ കളറല്ല, ഈ മോഡലും അല്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നണേ ഈ കളർ ചേരുന്നില്ല കേട്ടോ. നിനക്ക് കുറച്ചുകൂടെ ലൈറ്റ് കളറാണ് നിൻ്റെ ഈ നിറത്തിന് ചേരുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. ഉള്ള കാര്യം പറയാലോ, നിനക്ക് ഈ ടൈപ്പ് ഡ്രസ്സൊന്നും ചേരില്ല കേട്ടോ. എന്ന് വെച്ചാൽ നിൻ്റെ ഈ നിറത്തിന് ഇതൊട്ടും പറ്റത്തില്ല. ഞാനേ സത്യം പറയാം കേട്ടോ, പെണ്ണ് കാണാൻ വരുന്നവരെ എനിക്കറിയില്ലായിരുന്നു നീ അത്ര നിറമുള്ളതാന്ന്, ഇത്ര വെളുപ്പുണ്ടെന്ന് അറിയില്ല. ഫോട്ടോയിലൊന്നും അത്രക്ക് തോന്നിയില്ല. യോ, പെണ്ണ് കാണാൻ നീ ആ വെള്ളം കൊണ്ട് വന്നിരുന്ന വന്ന് നിന്ന സമയത്തുണ്ടല്ല, ഞാനങ്ങ് പേടിച്ചു പോയി. എനിക്ക് പേടിയാ വന്നേ. എനിക്ക് ഇത്ര കളർ ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഒരു ബോറാണ് ഈ കളർ എന്ന് പറഞ്ഞാലേ. അല്ല, നിൻ്റെ കുടുംബത്തിൽ എങ്ങനെ ആർക്കും ഇങ്ങനെ ഇത്ര നിറമുള്ള പോലും തോന്നിയില്ലല്ലോ. ഇനിയിപ്പോൾ വല്ല വെള്ളപ്പാണ്ട് വല്ലതും ആണോ? അയ്യോ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയണം? വെള്ളപ്പാണ്ടോ? അങ്ങനെയൊന്നും പറയല്ലേ ചേച്ചി. ഇത് എൻ്റെ അച്ഛമ്മ മരിച്ചുപോയി, അച്ഛമ്മയുടെ നിറമാണ് എനിക്ക് കിട്ടിയിരിക്കണത്. എല്ലാവരും പറയും അച്ഛമ്മയുടെ നിറമാണ് എൻ്റെ. ഓ അങ്ങനെ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്ന വഴിക്ക് അമ്മ പറയുകയാണേ നിൻ്റെ കളറിനേക്കാൾ നല്ലത് എൻ്റെയാന്ന്. എന്നിട്ട് അമ്മ എന്നെ പറയാ, ഒരു മനുഷ്യന് ആവശ്യത്തിനുള്ള കളറ് പോലെ എന്തിനാണ് അതിൽ കൂടുതലെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് കൂടുതലാണ്. ഇപ്പം ഞാനും അതെ പറയാം. എന്ന് വെച്ചാൽ ഒരു പെണ്ണിന് ഇപ്പം അത്യാവശ്യം ഐശ്വര്യവും ഒരു നിറമൊക്കെ തോന്നുന്നത്, അല്ല ഒരു ഭംഗിയൊക്കെ തോന്നില്ലേ, അത് എൻ്റെ നിറമല്ലേ അല്ലേ? നിൻ്റെ ഇച്ചിരി കൂടുതലാണ്, ഇച്ചിരി കൂടുതലാണ്. ഇപ്പം എൻ്റെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഏത് ഡ്രസ്സ് ഇടാം, ഏത് കളർ ഇടാം, അങ്ങനെയൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇത് ഇച്ചിരി കൂടുതലാണ്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ. ഞാൻ എന്ന് വെച്ചാൽ എല്ലാം അങ്ങ് മുഖത്ത് നോക്കി പറയും. അങ്ങനെ ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള പരിപാടിയൊന്നും ഇല്ല. അതുകൊണ്ടാട്ടോ പറഞ്ഞേ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചായ കുടിച്ചില്ലല്ലോ. ദേ ഞാനേ ചായ എടുത്തരാം. 2 പേർക്കുള്ള ചായ എൻ്റെ അടുത്ത് കൊണ്ടുവെക്കോ, അവനും കൊടുക്ക്, നീ കുടിച്ചോ. എന്തൊരു നിറമാണ്. അവളുടെ മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റില്ല, ഛർദ്ദിക്കാൻ വന്നിട്ട് വെള്ളം. അല്ല, ഇതെന്താ പരിപാടി? കയ്യിലെന്താ? അത് പിന്നെ കല്യാണത്തിൻ്റെ തിരക്കക്കാരനെ സ്കിന്നാകെ ടാൻ അടിച്ച് ഡള്ളായിട്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ഫേസ് പാക്ക് ഇടാതെ വിചാരിച്ചിരിക്കുമായിരുന്നു. വേണ്ട കിടക്കണ്. എടി നീ എന്തിനാണ് ഇത്രയും നിറമുള്ള, നീ എന്തിനാണ് ഇതൊക്കെ വാരി വലിച്ച് തേക്കണത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് കുറച്ച് ഓവറല്ലേ. ഞാനൊന്നും ഒരു സാധനം തേക്കില്ല മുഖത്ത്. എന്ന് വെച്ചാൽ മെനക്കേടാണ്. ഇതൊക്കെ പൊടിയാണ്, അത് മിക്സ് ചെയ്യണം, കലക്കണം, തേക്കണം, വെയിറ്റ് ചെയ്യണം, കടവത്തൊക്കെ ഒന്നും എനിക്കൊന്നും ആലോചിക്കാടോ. എനിക്ക് അങ്ങനത്തെ ഈ മെനക്കേട് പിടിച്ച പരിപാടിയൊന്നും ഇഷ്ടമല്ല, ഒന്നും ഞാൻ ചെയ്യില്ല. മാസത്തിലൊരിക്കലെങ്കിലും ഞാനിങ്ങനെയൊക്കെ ചെയ്യും. സ്കിൻ കെയർ അങ്ങനെ നോക്കാറുണ്ട് ഇടയ്ക്കൊക്കെ. ഞാനിത് എവിടെയോ കേട്ടിട്ടുണ്ട്, ഈ നല്ലോണം വെളുത്തവരാണ് പിന്നെയും നിറം കൂട്ടാൻ വേണ്ടി അതും ഇതൊക്കെ വാരി തേക്കണത്. എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത നിറമുള്ളവർ ഒന്നും ചെയ്യില്ല. ഇതത് തന്നെ എൻ്റെ പൊന്നെ കേട്ടിട്ടുള്ളൂ, ഇപ്പം കണ്ട്. സത്യം പറഞ്ഞാൽ നീ ഇതൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇനി നീ തേച്ചാൽ ഇനിയും വെളുത്താ നിൻ്റെ കണ്ണും പിരികും ഒന്നും കാണില്ല, ഇങ്ങനെ ഇരിക്കും പറ്റും. അല്ല, ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാൽ നിൻ്റെ കല്യാണത്തിന് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നോ? അതല്ല, ഈ ഫൗണ്ടേഷനൊക്കെ നിൻ്റെ ഈ മാച്ചിങ് കളറൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാലേ അത് വലിയ അത്ഭുതമാണ്. മേക്കപ്പിനൊരു ചേച്ചി ഉണ്ടായിരുന്നു. പിന്നെ ട്രയൽ മേക്കപ്പിന് പോയപ്പോൾ ഫൗണ്ടേഷൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികമൊന്നും ചെയ്യേണ്ടി വന്നില്ല, ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്തുള്ളൂ. ആ കാര്യത്തിൽ എന്തായാലും നിനക്ക് ലാഭമാണ്. അധികം പൈസയൊന്നും ആവില്ലല്ലോ. പക്ഷെ അതിനൊക്കെ എൻ്റെ കല്യാണം എന്തൊരു പൈസയാണെന്നറിയോ മേക്കപ്പിന് വേണ്ടി കൊടുത്തത്. സത്യം പറഞ്ഞാൽ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിറം കൂട്ടുകയല്ല, കുറയ്ക്കാനാണ് നോക്കേണ്ടത്. ഇച്ചിരി നിറം കുറഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഉള്ള കാര്യം ഞാൻ പറയണേ. അല്ലാണ്ട് നിറം കൂട്ടണതിനോട് ഇതില്ല. പക്ഷെ അവന് ഇപ്പം ഇതിനാണെങ്കിൽ എന്തെങ്കിലും നിറമുണ്ട്, അവനാണെങ്കിൽ കറുത്ത് പിടിച്ചായിരിക്കണത്. അപ്പോൾ അവന് നിറമില്ലാണ്ട് നീ നിറം വെച്ചോണ്ട് നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ നാളെ ഒന്ന് ആലോചിച്ച് നോക്ക്. കുറച്ചുകൂടെയൊക്കെ നിങ്ങൾക്ക് പിള്ളേർക്ക് ഉണ്ടായി കഴിയുമ്പോൾ ഈ പിള്ളേർക്ക് ചിലപ്പോൾ നിൻ്റെ നിറം കിട്ടും, ചിലപ്പോൾ അല്ലെങ്കിൽ അവൻ്റെ നിറം കിട്ടും. അപ്പം ശരിക്കും നാട്ടുകാർ വിളിച്ചു പറയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫാമിലി.
എന്താ ചേച്ചി എന്താ ഇങ്ങനെ ചിരിക്കണേ? നീ നാട്ടുകാർക്കൊക്കെ കോമഡി പീസാട്ടോ, സത്യം പറയാം. അതെന്താ എന്താ സംഭവം? ഒന്നും പറയണ്ട. നമ്മുടെ മറ്റേ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ പറ്റുന്ന കുറച്ച് പിള്ളേരുണ്ട്. അവരെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇന്നലെ കല്യാണത്തിന് വന്നിട്ട് നിന്നെ കണ്ടിട്ടുമുണ്ട്. ഇന്ന് പിള്ളേരെ എന്നോട് ചോദിക്കണേ, നിന്റെ ചേട്ടൻ്റെ ഭാര്യ മദാമയാണോ? ഞാൻ പറഞ്ഞു മദാമയൊന്നുമില്ല, മലയാളി തന്നെയാണ്, പക്ഷെ ഇച്ചിരി നിറം കൂടിയതിൻ്റെ കുഴപ്പമാണെന്ന്. അപ്പം പിള്ളേരെ കിടത്ത് ചിരിക്കുക. സത്യം പറഞ്ഞാൽ നീ എന്താ ചെയ്യേണ്ടതെന്നറിയോ? കുറച്ച് ബ്ലാക്ക് പൗഡർ മേടിക്കാം, മേക്കപ്പൊക്കെ ചെയ്യണേ അതുകൂട്ട്. അത് സാധനം മേടിച്ചങ്ങോട്ട് വാരി പൊത്തുക. എന്ന് വെച്ചാൽ സാധാരണ എല്ലാവരും വെള്ള പൗഡർ മേടിച്ചിട്ട് കളർ കൂട്ടാൻ നോക്കുക. നിനക്ക് കൂട്ടരുത്. നീ കറുത്ത പൗഡർ മേടിച്ചിട്ട് കുറച്ചങ്ങോട്ട് തേക്കി കുറയും. നിന്നെ നിറം കുറയും. ഇത്രയും കളിയാക്കൽ വേണ്ടി വരില്ല. ഒന്ന് നിർത്തിക്കുക ചേച്ചി. ഒരാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ പരിഹസിക്കുമ്പോൾ ആ കേൾക്കുന്ന ആൾക്ക് എന്തോരം വേദനയ്ക്കുണ്ടെന്ന് മനസ്സിലാക്കാണ്ട് എന്ത് മനസ്സാക്ഷിയാണ് ചേച്ചിയുടെയൊക്കെ? എന്തിനെങ്ങനെ കളിയാക്കുന്നത്? കളിയാക്കിയിട്ട് എന്തെങ്കിലും സുഖം കിട്ടുന്നുണ്ടാ? പണ്ട് തൊട്ടേ കേൾക്കുന്ന തുടങ്ങിയതായി കളിയാക്കൽ. പഠിക്കുന്ന കാലം തൊട്ടുണ്ടത്. വെളുമ്പി, മദാമ്മ, സായിപ്പ്, വെള്ളപ്പാറ്റ, എന്തൊക്കെ ഇരട്ടപ്പേരുണ്ടായിരുന്നറിയാം എനിക്ക്. ഇതൊരു തരം ബോഡി ഷേമിംഗ് ആണ്. നിറം കുറഞ്ഞവർക്ക് കേൾക്കുന്ന പോലെ തന്നെയാണ് നിറം കൂടുതലുള്ളവർ ഈ പരിഹസിക്കുമ്പോൾ. അവർ ചെറുപ്പം മൂലം കേൾക്കുന്നതാണ് ഈ പരിഹാസം. എന്തിനാണ് ഇങ്ങനെ കളിയാക്കുന്നത്? ചേട്ടത്തി ഇന്ന് രാവിലെ തന്നെ എത്രാമത്തെ പ്രാവശ്യം എന്നറിയാം എൻ്റെ ഈ നിറത്തിൻ്റെ പേരും പറഞ്ഞ് പരിഹസിക്കാൻ തുടങ്ങിയിട്ട്. പണ്ട് കൂട്ടുകാർ ഫോട്ടോ എടുക്കുമ്പോൾ എൻ്റെ കൂടെ നിൽക്കത്തില്ലായിരുന്നു. എൻ്റെ അടുത്ത് നിൽക്കാൻ അവർക്ക് നാണക്കേടാ. എന്ന് വെച്ചാൽ ഒരു ഫോട്ടോയിൽ ഭംഗി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് കുറേ കേട്ടു. അടുത്തെനിക്ക് ഇനി ഞാനത് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. എൻ്റെ എന്തെങ്കിലും തെറ്റുകൊണ്ടാണ് ഇതിങ്ങനെ പറ്റിയത്? എന്തിനാ ഇങ്ങനെ പരിഹസിക്കണേ? എന്ത് സുഖമാണ് കിട്ടണത്? ദയവ് ഇതിങ്ങനെ കളിയാക്കാതിരിക്കുക. ഇനി ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കേണ്ടത്. ഇപ്പം ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഇനി മേലാൽ ഇമാതിരി വർത്താനം ഇനി പറഞ്ഞേക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. തുറന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേൾക്കണവർക്ക് വിഷമമുണ്ടത്. അവർക്ക് അഹങ്കാരോ നിറമുള്ളതിൻ്റെ അഹങ്കാരം.